സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പെട്രിയ എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് സാൻഡ് പേപ്പർ വൈൻ എന്നുള്ളതാണ്. സാൻഡ് പേപ്പർ വൈൻ എന്ന പേര് വരാൻ കാര്യം ഇതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ സാൻഡ് പേപ്പർ പോലെ തന്നെ നല്ല ഒരരം പോലെ ഉള്ളതും നല്ല കട്ടിയുള്ളതുമാണ്. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഇത് പൂക്കാൻ ആദ്യമൊക്കെ ഇച്ചിരി ഒരു പ്രയാസമാണ്. ഇത് ഞാൻ നട്ടിട്ട് ഏകദേശം എനിക്ക് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് പൂക്കൾ തന്നു തുടങ്ങിയത്. പിന്നെ നല്ല വെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെടി നന്നായിട്ട് പൂക്കുകയുള്ളൂ. അപ്പം ഇത് നടുന്നവരാദ്യം ഏകദേശം ആദ്യമൊക്കെ പൂക്കൾ വരുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ നമ്മൾ പരിചരണം കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷം കൊണ്ട് തന്നെ ഇത് പൂക്കളാകും. ഒരു പ്രാവശ്യം നമ്മൾ പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും നമുക്കിതുപോലെ തന്നെ ഉണ്ടാകുമ്പോൾ 2ഉം 3ഉം കുലകളായിട്ട് പൂക്കളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ പൂക്കളുടെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ യഥാർത്ഥ പൂവെന്ന് പറയുന്നതിൻ്റെ നടുക്കുള്ള ഈ ഡാർക്ക് വയലറ്റ് കളറുള്ള പൂവാണ്. ഇത് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് 1 ദിവസം കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പൊഴിഞ്ഞു പോകും. പക്ഷേ അതിൻ്റെ ചുറ്റുമുള്ള ലാവണ്ടർ കളറുള്ള ഭാഗം കുറേ നാൾ നിൽക്കും. ഇത് അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളറ് മാറി ഏകദേശം പച്ച കളറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും അതങ്ങനെ പച്ച കളറ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് ബ്രൗൺ കളറിലേക്ക് മാറും. ബ്രൗൺ കളറും കുറച്ച് നാൾ നിൽക്കും. ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ വീടിനകത്തൊക്കെ വേണമെങ്കിൽ ഫ്ലവർ വേസൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ പൂച്ചെടിയെ നമ്മൾ കുറേ നാൾ നമുക്ക് ഈ രീതിയിലൊക്കെ സംരക്ഷിക്കാൻ സാധിക്കും. ഞാനിവിടെ ഇങ്ങനെ ഒരു നല്ല കട്ടിയുള്ളൊരു ഇരുമ്പ് പൈപ്പിനകത്ത് ആണിത് കയറ്റി വിട്ടിരിക്കുന്നത്. ഇത് നല്ലൊരു ക്രീപ്പർ ചെടിയാണിത്. സെമി ക്രീപ്പർ എന്ന് പറയാൻ പറ്റും. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വലിപ്പമുള്ള ചട്ടിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നടാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഓരോ പ്രാവശ്യവും പൂവിട്ടതിന് ശേഷം അവിടെ പൂവിട്ട ഭാഗം നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് പുതിയ തളിരൊക്കെ വന്നിട്ട് പിന്നെയും പൂക്കൾ ഉണ്ടാവും. ഇനി അതെല്ലാം ഇങ്ങനെ കയറ്റി വിടുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തരും. പക്ഷേ നിലത്ത് നടുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. കാര്യം നല്ല രീതിയിൽ ഒരു ഫ്ലവറിങ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിലത്ത് നടുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അധികം മണമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇത് പൂക്കൾ ഇത്രയും കളർഫുൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്യാനത്തിൽ നട്ട് കഴിഞ്ഞാൽ വളരെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇത്. ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1-2 കുലകളായിട്ടാണ് ഉണ്ടാകുന്നത്. അത് കുറേ നാൾ നിൽക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഉദ്യാനം കളർഫുള്ളാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നടാൻ പറ്റിയ നല്ലൊരു ചെടിയാണിത്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.